ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ശ്രീനാഥിന് ഇതെല്ലാം തന്നെ കാണുമ്പോഴത്തേനും ആകപ്പാടെ അസ്വസ്ഥതയാവുന്നുണ്ട്. ആ സമയത്ത് അഭി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ശ്രീ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഈ സാഹചര്യത്തിൽ ഞാനത് പറയണോ വേണ്ടെന്ന് ഒരുപാട് പ്രാവശ്യം ആലോചിച്ചു. എന്നാലും ഞാനത് തുറന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് അഭി നടക്കുന്നു. ആ സമയത്ത് അഭിയെ വിളിക്കുന്നുണ്ട് അഞ്ജു കേട്ടോ. എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒരു അത്യാവശ്യ കാര്യമുണ്ട്, നീ ഇങ്ങോട്ട് വന്നേന്ന് പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ വീണ്ടും ഭയങ്കര ഡിസ്റ്റർബൻസിലാണ് കേട്ടോ നമ്മുടെ ശ്രീനാഥ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീടാണെങ്കിലോ വർഷയും വിവേകും തമ്മിലുള്ള ആ ഫോട്ടോഷൂട്ടിൻ്റെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണിക്കുന്നുണ്ട്, ഒരുപാട് രംഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നീടാണെങ്കിലോ ആ സമയത്ത് ശ്രീയെ അവിടെ കാണാനില്ല. ശ്രീയെ എവിടേക്കോ പോയിരിക്കുകയാണ്. അങ്ങനെ ശ്രീനാഥിനെ അന്വേഷിക്കുമ്പോഴത്തേനും ശ്രീയേട്ടൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ കുറച്ച് സമയമായിട്ട് ശ്രീനാഥിനെ കാണാനില്ല എന്നെല്ലാവരും പറയുന്നു. എനിക്ക് പേടിയാവുന്നുണ്ട്. സാരമില്ല വർഷം, ഞാൻ പോയി അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് വിവേക് ചെല്ലുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ഒരു ബാറിൽ ചെന്നിട്ട് നന്നായിട്ട് തന്നെ മദ്യപിക്കുന്നുണ്ട് നമ്മുടെ ശ്രീനാഥ്. ഒരുപാട് പ്രാവശ്യം അങ്ങനെ തീരെ വയ്യാത്തതുപോലെയൊക്കെ ആയി. അങ്ങനെ ബില്ലടയ്ക്കാൻ വേണ്ടിയിട്ട് അയാൾ വരുന്ന സമയത്ത് സർ ബില്ലെന്ന് ചോദിക്കുമ്പോഴത്തേനും എൻ്റെ കയ്യിൽ പൈസയില്ല, എനിക്ക് സമാധാനമില്ല എന്ന് പറയുന്നു. അതെന്താ അങ്ങനെ? എല്ലാം കഴിച്ചിട്ട് ഇപ്പോൾ ബില്ലടിക്കാൻ പൈസയില്ല എന്ന് പറഞ്ഞ് ഈ പണിക്ക് നിൽക്കണോ? അങ്ങനെ ഒന്ന് രണ്ടും പറഞ്ഞിട്ട് അവിടെ വഴക്കുണ്ടാക്കുന്നു. ആ സമയത്ത് ശ്രീനാഥിനെ അന്വേഷിച്ച് വിവേകും ആ ക്യാമറമാൻ അവിടെ എത്തുന്നു കേട്ടോ. ശ്രീ, എന്താ ഇതൊക്കെ? ഇത് വളരെ മോശമായെന്ന് പറയുന്നുണ്ട്. സർ, ഇയാൾ ഇതെല്ലാം കഴിച്ചിട്ട് ഇയാളുടെ കയ്യിൽ പൈസ ഇല്ല തരാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് കാശ് കിട്ടിയേ പറ്റുള്ളൂ, നിങ്ങളുടെ ബില്ല് ഞാൻ പേ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിവേക് അത് പേ ചെയ്യുന്നുണ്ട്. എന്താ ശ്രീ, നിന്നെക്കുറിച്ച് ഇങ്ങനെ ഞാൻ വിചാരിച്ചില്ലല്ലോ. അയ്യോ വിവേക്, എനിക്ക് വയ്യ എന്ന് പറയുന്നു. അങ്ങനെ സ്ത്രീയെ പൊക്കി പിടിച്ചുകൊണ്ട് പോവാണ് കേട്ടോ രണ്ടുപേരും കൂടി. ആ സമയത്ത് അബിയോട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, ശ്രീനാഥിനെ നീ കണ്ടില്ലേ, നീ എന്താ അവനോട് പറഞ്ഞത്? എന്തെങ്കിലും വിഷമമുണ്ടായിരുന്നോ? ശ്രീയുടെ മുഖം വല്ലാണ്ട് വാടിയിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ ഞങ്ങൾക്കും തോന്നിയതാണ്. ആ സമയത്ത് അഞ്ജുവിന് ആ ക്യാമറമാൻ വിളിക്കുന്നുണ്ട്. അപ്പോഴത്തേനും ശ്രീനാഥിനെ കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം അറിയുന്നു കേട്ടോ. ശ്രീനാഥിനെ കിട്ടിയിട്ടുണ്ട്, അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വർഷയോട് ചെന്ന് പറയുന്നു. ആ സമയത്ത് സമാധാനമായി. എന്ത് പറ്റി ശ്രീയേട്ടന് പെട്ടെന്ന് ഇങ്ങനെ മാറ്റങ്ങളൊക്കെ വരാൻ എന്തായിരിക്കും കാരണം? ആ സമയത്ത് ശ്രീനാഥിൻ്റെ ആ വരവൊക്കെ കാണുമ്പോഴത്തേനും വർഷയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ലല്ലോ. ഈ അവസ്ഥയിൽ നിന്ന് വർഷ എങ്ങനെയൊക്കെയോ ശ്രീനാഥിനെ മെച്ചപ്പെടുത്തി കൊണ്ടുവരികയായിരുന്നു. പക്ഷെ പെട്ടെന്ന് വീണ്ടും ശ്രീനാഥ് ആ പഴയ ലെവലിൽ തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ ശ്രീയേട്ട ഈ കാണിക്കുന്നത്? ശ്രീനാഥ് ബാറിലായിരുന്നു. ആകെ പ്രശ്നം, പൈസ അടയ്ക്കാനില്ല എന്ന് പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കി നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ അവിടേക്ക് ചെന്നത്. എന്തൊരു കഷ്ടമാണ്, ഞങ്ങളെക്കുറിച്ചൊന്നും ആലോചിച്ചില്ലല്ലോ. അഞ്ചു പറയുന്നുണ്ട്. ശ്രീനാഥ് ഞങ്ങളുടെ ഏട്ടനെ പോലെയല്ലേ, സ്വന്തം പെങ്ങൾമാരെ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. മോളെ അഞ്ജു, സോറി, ഇത് ആവർത്തിക്കില്ല, എനിക്ക് എന്ത് പറ്റിയെന്ന് എനിക്കേ അറിയില്ല. അങ്ങനെ വർഷയെന്നൊക്കെ വിളിക്കുന്നുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട ശ്രീയേട്ടൻ, ഇങ്ങനെയൊന്നാവും ഞാൻ വിചാരിച്ചില്ല. ശ്രീയേട്ടനെ ഞാൻ എത്ര കാര്യമായിട്ടാണ് നോക്കിക്കൊണ്ട് വന്നത്, എന്നിട്ട് ശ്രീയേട്ടൻ ഇങ്ങനെ എന്നോട് ചെയ്തതായിരുന്നു. വർഷേ സോറി, എനിക്ക് പറ്റിപ്പോയെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും കൂടി ശ്രീനാഥിനെ വഴക്ക് പറയുന്ന പോലെ ആകുമ്പോഴത്തേനും നമ്മുടെ വർഷ പറയുന്നുണ്ട്, ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, ഇങ്ങനെ സംഭവിച്ചു, ഇതെല്ലാം എൻ്റെ തെറ്റാണ്, ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. വിവേകാണെങ്കിൽ വർഷ ഒന്ന് നിർത്ത്, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ശ്രീനാഥിന് നമ്മളൊന്നും പറഞ്ഞത് മനസ്സിലാക്കുകയുമില്ല, അപ്പോൾ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കേണ്ട എന്ന് പറയുന്നു. ആ സമയത്ത് ഈ ശ്രീയേട്ടനെ കൊണ്ട് നമ്മൾ എങ്ങനെ വീട്ടിലേക്ക് പോകും? ആൻറ്റി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് ശരിയാണ്, നമുക്ക് ആലോപതി സെൻറ്ററിലേക്ക് തന്നെ പോയാലോ എന്ന് പറയുന്നു. എന്നാൽ പിന്നെ ഞാനും വരാമെന്ന് അഭി പറയുന്നുണ്ട്. നീ എന്തിനാണ് വരണത്? നിങ്ങൾ 3 പേരും കൂടി വീട്ടിലേക്ക് തിരിച്ചു പോകാനായിട്ട് നോക്ക്, ഞങ്ങൾ പുറകെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഞാനും വർഷയും കൂടി ശ്രീനാഥിനെ ഒന്ന് കാണിച്ചിട്ട് വരാമെന്ന് പറയുന്നു. ആ സമയത്ത് എല്ലാവരും കൂടി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വസുന്ധരിയും ധനപാലനും കൂടി അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ധനം, എന്തായി പോയ കാര്യങ്ങളൊക്കെ? വല്ല നടക്കും? ഓടി ഓടി മടുത്ത് വസു. കാരണം എന്തായി പാചകക്കാരൻ്റെ കാര്യങ്ങളൊക്കെ? പാചകക്കാർ വരുമോ? തീർച്ചയായും. എന്താ എന്നോട് അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്. എല്ലാ കാര്യത്തിനും ഞാനും ഓടി ഓടി, ഒന്നും പറയണ്ട, എനിക്ക് വയ്യാണ്ടായി തുടങ്ങി കേട്ടോ. പെട്ടെന്ന് തന്നെ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീരുമാനിച്ച പിന്നെ ഇങ്ങനെ തന്നെയല്ലേ? അപ്പോഴത്തേനും വസുന്ധര പറയുന്നു, എന്തായാലും എനിക്ക് നല്ല ക്ഷീണമുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഒരുപാട് ടയേർഡാവുന്നുണ്ട് ഓരോ കാര്യങ്ങൾ കൊണ്ടും. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ, നമുക്ക് നോക്കാം. ആ സമയത്ത് അഞ്ജും അതുപോലെ തന്നെ അബി എല്ലാവരും കൂടി വീട്ടിലെത്തിയിട്ടുണ്ട്. എന്ത് പറ്റിയായിരിക്കില്ലേ ശ്രീനാഥിന്? ശ്രീനാഥിന് എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ തോന്നുന്നുണ്ട് മനസ്സിൽ. എന്തായിരിക്കും? എല്ലാവരും കൂടി എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടിയാണ് പറയുന്നത്? ശ്രീനാഥിന് എന്ത് പറ്റിയെന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയുള്ളൂ.
നമുക്ക് അധികം നേരം ഇവിടെ ഇരുന്ന് സംസാരിക്കേണ്ട, അകത്തേക്ക് പോകാം. അതിനുശേഷം തന്നെ വസുന്ധരയും അതുപോലെ തന്നെ നമ്മുടെ ധനപാലനോട് സംസാരിക്കുന്നുണ്ട്. മക്കൾ പോയിട്ട് കുറേ സമയമായി, ഇതുവരെ അവർ വന്നിട്ടില്ലല്ലോ. അവരുടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും, എന്തായാലും പോയിട്ട് വരട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് എല്ലാവരും കൂടി അവിടെ ഇരുന്ന് സംസാരിക്കണം. അഭിയാഞ്ച് വീണ്ടും സംസാരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും ശ്രീനാഥ് മദ്യപിച്ചിട്ടുണ്ടാവുക, എന്തായിരിക്കും പ്രശ്നമെന്നൊക്കെ. ആ സമയത്ത് വർഷ ചെല്ലുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഈ സംസാരം ഇതുവരെ നിർത്തിയില്ലേ? ദേ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. ആൻറ്റി അവിടെ തന്നെ ഉണ്ട്, ഉറങ്ങിയിട്ടില്ല. ആൻറ്റി എങ്ങാനും നമ്മളിവിടെ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ വർഷയും വിവേകം എവിടെ വരാത്തതെന്ന് അന്വേഷിക്കും. ആ സമയത്ത് എന്ത് മറുപടിയാണ് നമ്മൾ പറയേണ്ടത്? ശ്രീയേട്ടനെ അന്വേഷിക്കും. നിങ്ങൾ അകത്തേക്ക് കയറി വന്നേ. അത് ശരിയാണ്, ഞാൻ പറഞ്ഞല്ലേ വർഷയ്ക്കും വിവേകിനും ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. ഞാൻ വേണമെങ്കിൽ ശ്രീനാഥിൻ്റെ കൂടെ നിന്നോളാം. അതിന് നീ എന്തിനാ ശ്രീയേട്ടൻ്റെ കൂടെ നിൽക്കേണ്ട കാര്യം? വർഷയും വിവേകും പോയിട്ടുണ്ടല്ലോ. അല്ല, അവരെ കാണാതെ ആൻറ്റി വിഷമിക്കണ്ടല്ലോ. ഇനിയിപ്പോൾ ശ്രീനാഥിനെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അവർ നാളെയല്ലേ വരുള്ളൂ. അഡ്മിറ്റ് ഒന്നും ആക്കിയിട്ടുണ്ടാവില്ല, അവരെന്തായാലും രാത്രി തന്നെ എത്താതിരിക്കില്ല എന്ന് പറയുന്നു കേട്ടോ. നിങ്ങളിവിടെ കയറി വന്നേ. അതിന് കയറി വരുന്നു. പിന്നെയും വസുന്ധരയ്ക്ക് ആകെ ടെൻഷനായിരിക്കുന്നു. ഡിന്നറിന് മുന്നേ വിവേക് ഇവിടെ എത്താമെന്നുള്ളത് വാക്ക് കൊടുത്തിട്ടാണ് പോയത്. അങ്ങനെ മല്ലിക വരുന്നുണ്ട്. മാഡം എന്തെങ്കിലും കഴിക്കി, ഒരുപാട് സമയമായല്ലോ, എനിക്കൊന്നും വേണ്ട. വിവേക് എത്ര സമയമായി പോയിട്ട്? മാഡം ഫോട്ടോഷൂട്ടും കാര്യങ്ങളല്ലേ, കൃത്യസമയത്തൊന്നും ചിലപ്പോൾ വരാനും നിൽക്കാനൊന്നും പറ്റിയെന്ന് വരില്ല, അതായിരിക്കും. നീ എന്തായാലും എനിക്കൊരു നല്ലൊരു കോഫി കൊണ്ടുപോവാ, നല്ല കടുപ്പത്തിലും ചൂടോട് കൂടിയിട്ടുള്ള ഒരു കോഫി, അത് കുടിച്ചാൽ തന്നെ സമാധാനമാവുള്ളൂ. നീ ചെല്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് വിവേക് അവിടേക്ക് വരുന്നു, ശ്രീനാഥിനെ കൂട്ടിക്കൊണ്ട്. അതിനുശേഷം തന്നെ ശ്രീനാഥിനെ ആരെയും കാണാതെ അകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് വർഷയോട് പറയുന്നുണ്ട്. അങ്ങനെ ആരെയും കാണാതെ ചെല്ലുന്നുണ്ട്. മമ്മി കാണരുത്. അങ്ങനെ വിവേക് വരുന്നുണ്ട് കേട്ടോ. എന്താ മമ്മി എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോഴെങ്കിലും നീ എത്തിയല്ലോ, എത്ര സമയമാടാ നിന്നെ കാത്തു നിൽക്കുന്നത്? നിൻ്റെ ഫോൺ എവിടെ? എൻ്റെ ഫോൺ ഇവിടെ തന്നെ ഉണ്ട്, ഒന്ന് വിളിച്ചുകൂടെ? ഇത് പിന്നെ എന്തിനുള്ളതാ? ഞാൻ നീ എനിക്ക് വാക്ക് തന്നിട്ടല്ലേ പോയത് ഡിന്നറിന് മുന്നേ എത്തിക്കോളാം, എന്നിട്ട് ഇത്ര സമയമായി. അത് പിന്നെ മമ്മി ഒന്നും പറയണ്ട, ഓരോ ഷൂട്ടിംഗ് അല്ലേ, കുറച്ച് സമയം എടുത്തു. പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്നാ മല്ലികയെന്ന് വിളിക്കുന്നുണ്ട്. അയ്യോ, മല്ലികാക്ക വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വായിലിരിക്കുന്നതും ഞാൻ കേൾക്കേണ്ടി വരും ചോദ്യങ്ങൾ. എനിക്ക് വയ്യ, നമുക്ക് തന്നെ കഴിക്കാം മമ്മി. അവൾ വിളമ്പി തരും. വേണ്ട വേണ്ട, ഞാൻ മമ്മിക്ക് ഇന്ന് വിളമ്പി തരാമെന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് വിവേക് വസുന്ധരയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോകുന്നു. പിന്നെയും ശ്രീനാഥിനോട് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അതുപോലെ വർഷയാണെങ്കിൽ ശ്രീനാഥിന് മരുന്ന് കൊടുക്കുന്നുണ്ട്. ശ്രീയേട്ടത് കഴിക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് കഴിക്കുന്നു. അങ്ങനെ അഞ്ച് ചോദിക്കുന്നുണ്ട്, എന്താ ശ്രീയേട്ടായി കാണിച്ചത്, ഞങ്ങളെക്കുറിച്ച് ചിന്തിച്ചോ? അത് പിന്നെ അപ്പോഴത്തേനും വർഷ പറയുന്നുണ്ട്, അഞ്ചു ഒന്ന് നിർത്ത് എന്ന് പറയുന്നു. ശിവയാണെങ്കിൽ ദേഷ്യപ്പെടുന്നുണ്ട്. അതെന്തിനാ നീ അഞ്ജുവിനെ തടയേണ്ട ആവശ്യം? അതിൻ്റെ ആവശ്യം എന്താ? അഞ്ചു പറഞ്ഞതിലും ന്യായങ്ങളില്ലേ? കാരണം തന്നെ ശ്രീനാഥ് എന്തിനാണ് ഇങ്ങനെ മദ്യപിച്ചതിൻ്റെ കാരണം ഞങ്ങൾക്ക് അറിയണം. ശ്രീനാഥിൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് കൊണ്ടാണ്, എന്തോ ഉള്ളത് കൊണ്ട് മാത്രമാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്. ഇവിടുന്ന് എത്ര സന്തോഷമായിട്ട് പോയതാ. അവിടെ ചെന്നപ്പോൾ ഫോട്ടോഷൂട്ട് തുടങ്ങിയപ്പോഴും ശ്രീനാഥിൻ്റെ മനസ്സിൽ ഓരോ പ്രശ്നങ്ങൾ തുടങ്ങി. അത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അത് ശിവയുടെ ആ ചോദ്യം ഉണ്ടല്ലോ, എല്ലാവരുടെ മുന്നിൽ ഞെട്ടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെയുണ്ടോ കാണിക്കുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.